അപ്പോൾ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങൾ തുടരുന്നു, അല്ലെങ്കിൽ ആശയക്കുഴപ്പം തുടരുന്നുണ്ടെങ്കിൽ സമാനമായ ഒരു ആശയക്കുഴപ്പം മറുപക്ഷത്ത് പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലുമുണ്ട്. CPM ഇക്കാര്യത്തിൽ ഒരു വലിയ ആശയക്കുഴപ്പമുണ്ട് എന്നത് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പിണറായി വിജയൻ തന്നെ നയിക്കുന്നതാണ് നല്ലതെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. പുതിയൊരു മുഖം വരട്ടെ എന്ന നിലപാടിലാണ് ഒരു വിഭാഗം. CPM CPI നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. വിവരങ്ങളുമായി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിലേക്ക് വിവരങ്ങളിലേക്ക് പോകും മുമ്പ് പരാജയത്തിന് മറ്റൊരു പേരില്ലെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. പരാജയത്തിന്റെ പേരിൽ മാറത്തടിച്ച് നിലവിളിയില്ല. ഇത്ര വലിയൊരു പരാജയം പ്രതീക്ഷിച്ചില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ഇതൊരു പരാജയമാണ്. പരാജയത്തിന് വേറൊരു പേരില്ല, പേരൊന്ന് മാത്രം പരാജയം. അങ്ങനെ പരാജയം സംഭവിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും അതോടെ കളവഴിഞ്ഞു പോകുന്നില്ല, മാറത്തടിച്ച് നിലവിളിക്കാനും പോകുന്നില്ല. നിങ്ങളതിന് പാഠങ്ങൾ പഠിക്കും, ഗൗരവമായി പഠിക്കും. എവിടെയെല്ലാം വീഴ്ചയുണ്ടായി, എന്തെല്ലാം കുറവുണ്ടായി, ഇതെല്ലാം നോക്കും. എന്നിട്ട് എന്തെല്ലാം മാറ്റം വേണമോ ആ മാറ്റങ്ങളെല്ലാം വരുത്തും. എവിടെയെല്ലാം തിരുത്തൽ വേണമോ ആ തിരുത്തലും വരുത്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും മുമ്പോട്ടേ പോകാൻ പറ്റും. ഞങ്ങളിവിടെ ഉണ്ടാകും, ജനങ്ങളുടെ കൂടെ. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സ്റ്റെഫിൻ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആര് വരും? പിണറായി വിജയൻ ഇത്ര വലിയൊരു പരാജയത്തിന് ശേഷം ഇതുവരെ മിണ്ടിയിട്ടില്ല. സ്വാഭാവികമായും ഇന്നലെ സുരേഷൊക്കെ ഓർമ്മിപ്പിച്ചിരുന്നു, മുറിക്കയ്യൻ ബനിയനിട്ട് പരാജയത്തിന്റെ ദിവസം തന്നെ മാധ്യമങ്ങളെ കണ്ട് തോറ്റു എന്ന് പറഞ്ഞ VS-നെ കുറിച്ച്. അപ്പോൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അത് പാർട്ടിയുടെ ചർച്ചയ്ക്ക് ശേഷം പറയാം. പക്ഷെ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ആർക്ക് എന്ന ചോദ്യത്തിന് ഒരേ സമയം പിണറായിയും ഉത്തരം പറയേണ്ടി വരും, ബിനോയ് വിശ്വവും ഉത്തരം പറയേണ്ടി വരും. ഈ യോഗങ്ങളിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്ക്? എന്തൊക്കെയാണ് ചർച്ചകൾ? ശ്രീജ, ഏതായാലും പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ളത് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഒരുപക്ഷെ അറിയാൻ കഴിയും. ഒപ്പം ഏറെ ഉറ്റുനോക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നതിന് ശേഷം മുഖ്യമന്ത്രി ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിയിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഏതായാലും വേണ്ടതാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കാര്യങ്ങളിലെല്ലാം തന്നെ അന്നത്തെ ദിവസം തന്നെ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും CPI സംസ്ഥാന സെക്രട്ടറിയുടെയും പ്രതികരണം വന്നിട്ടുണ്ട്. ഇന്നലെ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴും ആ ഒരു പരസ്യ പ്രതികരണത്തിന് മുഖ്യമന്ത്രി തുനിഞ്ഞില്ല. ഇന്ന് ഏതായാലും ഇന്നലെ ഉണ്ടായിരുന്ന ആ പോലീസ് അകമ്പടിയും ഇന്ന് മുഖ്യമന്ത്രിക്ക് ഇല്ല. ഈ AK സെന്ററിലെ വാഹനത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഏതായാലും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് CPI-യുടെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ജനയുഗത്തിലെ എഡിറ്റോറിയലിലും അത് സംബന്ധിച്ച് അവർ എഴുതിയിരുന്നു. ഏതായാലും ഇപ്പോൾ അത് CPM ഇപ്പോഴും അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകളെല്ലാം തന്നെ ഉണ്ടാകും. പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങളെല്ലാം CPM നേതൃത്വത്തിന് മുഖ്യമന്ത്രിക്കുമെതിരെയെല്ലാം തന്നെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയത്തിൽ മുതൽ തന്നെ തളിപ്പറമ്പിലടക്കം ഉയർന്നു വന്ന വിഷയങ്ങൾ അതെല്ലാം വലിയ തിരിച്ചടിയായി എന്നുള്ളൊരു വിലയിരുത്തൽ ഉയർന്നു വരുന്നുണ്ട്. ഇനി ഏതായാലും മുഖ്യമന്ത്രി അതിനെല്ലാം ഇന്നത്തെ യോഗത്തിൽ മറുപടി പറയേണ്ടി വരും. വരും ദിവസങ്ങളിൽ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ പല ജില്ലാ കമ്മിറ്റികളിൽ ചേരും. അവരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ നടത്തും. ഒപ്പം കേന്ദ്ര കമ്മിറ്റിയും പൊളിറ്റ് ബ്യൂറോ യോഗവും ഒക്കെ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. ഏതായാലും വലിയ ആത്മവിമർശനത്തിനാണ് CPM-ഉം CPI-യും ഇപ്പോൾ വേദിയാകുന്നത്. CPI-യെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രത്യേകിച്ചും പല മണ്ഡലങ്ങളിലും വീഴ്ച ഉണ്ടായി. നാദാപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രതിസന്ധി ഉണ്ടായി. സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങളാണ് ആ തോൽവിയിലേക്ക് നയിച്ചത് എന്നൊക്കെയുള്ളൊരു ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും പരസ്യ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ അടക്കം വാർത്താ സമ്മേളനങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരേണ്ടതാണ്. ഏതായാലും കഴിഞ്ഞ തവണ VS-ന്റെ കാലത്ത് VS എന്ന പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ ഉപനേതാവായിരുന്നൊരു സാഹചര്യം നമുക്കറിയാം. അതുപോലെ എന്തെങ്കിലും ഇപ്പോഴും ആവർത്തിക്കുമോ? പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് തുടർന്ന് KN ബാലഗോപാലിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുതിർന്ന മറ്റ് നേതാക്കളെയോ പ്രതിപക്ഷ ഉപനേതാവാക്കി പോകുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അതിനെ സംബന്ധിച്ചുള്ള ഉത്തരങ്ങൾ ഉണ്ടാകും.